ഭവനവാഹന പേഴ്സണൽ ലോണുകളുടെ പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് 5 വർഷത്തിന് ശേഷം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷവാർത്ത. സാമ്പത്തിക ഞെരുക്കം കടന്നെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാനേറെ. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ. ഡി എ കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. ഭൂനികുതി 50% കൂട്ടി. 20 വർഷത്തിന് ശേഷം കോടതി ഫീസുകളും വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും നികുതി കൂടും. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചു. വയനാട് ചൂരൽമല പുനരധിവാസത്തിന് 700 കോടി. ടൂറിസം മേഖലയ്ക്ക് വമ്പൻ പദ്ധതികൾ. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാൻ കെ ഹോം. ആരോഗ്യ ടൂറിസം ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപനം. കാരുണ്യ പദ്ധതിക്ക് 700 കോടി അധികം വകയിരുത്തി. വന്യജീവി ആക്രമണം ചെറുക്കാൻ പ്രത്യേക പാക്കേജും ബജറ്റിൽ. പശ്ചാത്തല IT AI വികസനത്തിന് വലിയ പദ്ധതികൾ. പുനർനിർമ്മിച്ച ദേശീയപാത അടുത്ത വർഷം അവസാനം തുറന്നുകൊടുക്കും. PWD റോഡുകൾക്കും പാലങ്ങൾക്കും 3061 കോടി. തിരുവനന്തപുരത്ത് AI ഹബ്ബാക്കും. ഗ്രാമീണ IT മേഖലയ്ക്ക് പ്രോത്സാഹനം. കൂടുതൽ IT പാർക്കുകൾ. തെക്കൻ കേരളത്തിൽ കപ്പൽശാലയ്ക്കായി കേന്ദ്രവുമായി ചർച്ച നടത്തും. നഗരവികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി. തിരുവനന്തപുരം മെട്രോ പ്രാരംഭ പ്രവർത്തനം ഈ വർഷം തന്നെ. കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കും.